എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. IPL വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ നടന്ന IPL മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ 100 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. 14-കാരനായ വൈഭവ് സൂര്യവംശിയുടെ മുന്നത്തെ പ്രകടനവും മത്സരശേഷം രോഹിത് ശർമ്മയോടുള്ള അവന്റെ ബഹുമാന ഗീതവും ആരാധകരെ വികാരാധീനരാക്കി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത MA 2 വിക്കറ്റ് നഷ്ടത്തിൽ 217 നേടിയപ്പോൾ അത് പിന്തുടർന്ന രാജസ്ഥാൻ ലക്ഷ്യസ്ഥാനത്ത് എത്താനായില്ല. മത്സരത്തിന്റെ നിർണായക നിമിഷം വൈഭവ് സൂര്യവംശിയുടെ പ്രകടനമല്ല, മറിച്ച് മത്സരശേഷമുള്ള അവന്റെ വികാരനിർഭരമായ ആംഗ്യമായിരുന്നു. GTക്കെതിരെ 35 പന്തിൽ 101 റൺസ് നേടി IPL ചരിത്രത്തിലെ രണ്ടാമത്തെ വേഗമേറിയ സെഞ്ചുറിയും T20യിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകവും നേടിയ വൈഭവ് ഇന്നലെ ദീപക് ചഹാറിന്റെ പന്തിൽ 0-ന് പുറത്തായി. നിരാശനായി നിന്ന വൈഭവിനെ മത്സരശേഷം മുംബൈയുടെ രോഹിത് ശർമ്മ തേടിയെത്തി. വികാരാധീനനായ വൈഭവ് തന്റെ ബഹുമാനം പ്രകടിപ്പിക്കാൻ രോഹിതിന്റെ കാലിൽ തൊട്ടു. രോഹിത് വലിയ മനസ്സോടെ അവനെ ആലിംഗനം ചെയ്ത്, നിന്റെ യാത്ര ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ പരാജയം നിന്നെ നിർവചിക്കില്ല. GTയിൽ നിന്റെ 35 പന്ത് സെഞ്ചുറി ലോകം കണ്ടു. ആ ആത്മവിശ്വാസം കൈവിടരുത് എന്ന് പറഞ്ഞ് രോഹിത് പ്രചോദിപ്പിച്ചു. എക്സിൽ രോഹിതിന്റെ ഈ ആംഗ്യം യഥാർത്ഥ ലീഡർഷിപ്പാണ് എന്ന് ആരാധകർ പോസ്റ്റ് ചെയ്തു. മുഫദ്ദൽ വോഹ്റ, ശിഖർ ധവാൻ തുടങ്ങിയവർ വൈഭവിനെ പിന്തുണച്ചു. ഈ ജയത്തോടെ മുംബൈ പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിയപ്പോൾ രാജസ്ഥാൻ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. വൈഭവിന്റെ ഈ ബഹുമാന ഗീതവും രോഹിതിന്റെ പ്രതികരണവും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ ഉള്ളത്? വൈഭവ് സൂര്യവംശി അടുത്ത മത്സരത്തിൽ തിരിച്ചുവരുമോ? അതുപോലെ മുംബൈക്ക് ഈ IPL ട്രോഫി നേടാൻ കഴിയുമോ? താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.